ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കൊച്ചി വേറെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരുന്നു. കാരണം ആഘോഷങ്ങളായിരുന്നല്ലോ, നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഫോർട്ട് കൊച്ചി കാർണിവലിന് സമാപനം കുറിക്കുന്ന ഘോഷയാത്ര നടക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. വൈകുന്നേരമാണ് ഘോഷയാത്ര. നൂറുകണക്കിന് പേര് ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കും. വിദേശികളടക്കം ഒരുപാട് പേര് ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തും. പാപ്പാഞ്ഞ കത്തിച്ചതിന് ശേഷവും പുലർച്ചെ വരെ കൊച്ചിയിൽ ആഘോഷങ്ങൾ നീണ്ടുനിന്നു. സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സഹിൻ, ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ എപ്പം വീട്ടിൽ പോയി? ഹാപ്പി ന്യൂ സേതു, ഹാപ്പി ന്യൂ ഇയർ, ഗുഡ് മോർണിംഗ് സേതു. സേതു ഇന്ന് പുലർച്ചെ 4 മണിയായി വീട്ടിലെത്തിയപ്പോ. പിന്നെ അവിടെ വലിയ ആഘോഷമായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ. അപ്പൊ ഇന്ന് കാർണിവലിന് സമാപനാവും അല്ലേ? എന്തായാലും ഞങ്ങൾക്കൊക്കെ ആഘോഷിക്കാം അതിന് ശേഷമല്ലോ. തീർച്ചയായിട്ടും സേതു, ഇന്ന് ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഘോഷയാത്രയും ഒപ്പം തന്നെ വിദേശീയരും സ്വദേശീയരും അടക്കം ആയിരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തും. നമ്മൾക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഫോർട്ട് കൊച്ചിയിലെ വിവിധ ആഘോഷങ്ങളായിരുന്നു, വിവിധ പരിപാടികളായിരുന്നു, കലാപരിപാടികളായിരുന്നു, കായിക മത്സരങ്ങളെല്ലാം നടന്നിരുന്നു. ഇന്നലെയായിരുന്നു 2 പപ്പാഞ്ഞികളെയാണ് ഫോർട്ട് കൊച്ചിയിൽ കത്തിച്ചത്. ഒന്ന് നമ്മളിപ്പോൾ ഉള്ള ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടിലാണ് ഒരു പപ്പാഞ്ഞിയെ കത്തിച്ചത്, മറ്റൊന്ന് പരേഡ് ഗ്രൗണ്ടിലായിരുന്നു. ആ പപ്പാഞ്ഞിയെ കത്തിച്ചതിന് ശേഷവും ആഘോഷങ്ങൾ നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ 2 ലക്ഷത്തിലധികം ആളുകളായിരുന്നു ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്നലെ ഒഴുകിയെത്തിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. എന്തായാലും വളരെ മനോഹരമായി ആ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാൻ പോലീസിനും കഴിഞ്ഞു. കാരണം കൃത്യമായ നിരീക്ഷണം പോലീസ് ഏർപ്പെടുത്തിയിരുന്നു ഇന്നലെ തന്നെ. ഒപ്പം തന്നെ കൂടുതൽ പോലീസുകാരെ ഇങ്ങോട്ടേക്ക് വിന്യസിച്ചിരുന്നു. ഇന്ന് ഘോഷയാത്രയുണ്ട്. ഘോഷയാത്രയ്ക്കും കാര്യമായ ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവും, ജനപങ്കാളിത്തം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇന്നും നിരീക്ഷണ പോലീസ് ശക്തമാക്കിയിട്ടുണ്ടാവും. ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഘോഷയാത്രയ്ക്കുള്ള തുടക്കമാകും. വൈകുന്നേരം 4:30 ഘോഷയാത്ര ആരംഭിക്കുക. വൈകുന്നേരം 7 മണിയോടുകൂടി ഘോഷയാത്ര അവസാനിക്കും. അങ്ങനെ ഫോർട്ട് കൊച്ചി കാർണിവലിന് ഇന്ന് അവസാനം കുറിക്കുമെന്നുള്ളതാണ്. ജനുവരി 1-ാം തീയതിയാണ് സാധാരണ ഫോർട്ട് കൊച്ചി കാർണിവൽ അവസാനിക്കുന്നത്. അത് ഇന്നും ഇത്തവണയും അത് അങ്ങനെ തന്നെയാണ്. എന്തായാലും 2 ലക്ഷത്തിലധികം ആളുകൾ കാർണിവലിൻ്റെ ഭാഗമായിട്ട് ഫോർട്ട് കൊച്ചിയിലേക്ക് ഇന്നലെ മാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് സേതു കണക്ക്. ഓക്കെ, ശരി സഹിൻ. ഇപ്പോൾ നമ്മുടെ സഹിൻ ആന്റണി പറഞ്ഞ പോലെ ഇന്നിപ്പോൾ കാർണിവലിനൊക്കെ സമാപനം കുറിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പം ഈ ആഘോഷങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, നമ്മൾ വേറൊരു മൂഡിലൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊക്കെ പോവുകയാണല്ലോ എന്ന് അറിയുമ്പോഴത്തേക്കും ഒരു സങ്കടമാണ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വരുന്ന വഴിക്കൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കഴിഞ്ഞപ്പോൾ ഒരു ഡിസംബർ ഇത്ര പെട്ടെന്നാണ് പോയത്. ഈ ഡിസംബർ മാസം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്. ഒന്നാമത്തത് ഒരു നല്ല മാസമാണ്, ഭയങ്കര തണുപ്പുള്ളൊരു മാസമാണ്. രണ്ടാമത്തെ കാര്യം, ക്രിസ്മസ് വരും, ന്യൂ ഇയർ വരും, ആഘോഷങ്ങളുടെ ഒരു സമയമാണല്ലോ. അപ്പം ഇതൊക്കെ വന്ന് പെട്ടെന്ന് ചടേ പടയെന്ന് പറഞ്ഞ് ഈ ദിവസങ്ങളും സമയങ്ങളൊക്കെ അങ്ങ് പോയി കളയുകയും ചെയ്യും. അങ്ങനെ ഒരു പുതുവർഷം കൂടി പിറന്നിരിക്കുന്നു. ആ ദിവസത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്, ആ വർഷത്തിൻ്റെ ആദ്യത്തെ ദിവസത്തിലാണിത്.